നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ 3 മാർഗങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ആ പ്രയാസങ്ങളെ നേരിടാൻ നമുക്ക് പഠിപ്പിച്ചത്. ഒന്നാമത്തത് തികഞ്ഞ ക്ഷമയാണ്. രണ്ടാമത്തത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുലാണ്, എവിടെയും തകർന്നു പോകാത്ത അള്ളാഹുവിലുള്ള തവക്കുലാണ്. മൂന്നാമത്തത് ഹൃദയം പൊട്ടിയുള്ള ദുആയാണ്. ഈ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസങ്ങളും അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സൃഷ്ടിക്കുകയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അതിജീവനത്തിന്റെ മാർഗം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ വെറുതെ അങ്ങ് ജീവിച്ച് വെറുതെ മരിച്ചിട്ട് വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇങ്ങോട്ട് അയച്ചത്. മറിച്ച് അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയാൻ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സച്ചരിതരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുസ്ലിം നേതാക്കന്മാരുടെ നായകന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് നിങ്ങൾ പിടിച്ചു കുലുക്കപ്പെടുന്നത് വരെ, ഏതുവരെ അവരിലെ പ്രവാചകന്മാർ ചോദിച്ചു പോകുന്നത് വരെ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് ക്ഷമയുടെ നിറകുടങ്ങളായ പ്രവാചകന്മാരെ ചോദിച്ചു പോകുന്നത് വരെ അവർ പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ സ്വർഗത്തിലേക്ക് കടന്നു കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ആ പ്രയാസങ്ങൾ നേരിടാൻ ഏറ്റവും ഒന്നാമത്തെ ആയുധമാണ് സഹോദരങ്ങളെ തവക്കുൽ എന്ന് പറയുന്നത്. 10-15 വർഷം കുട്ടികളില്ലാതെ ഒരുപാട് പ്രാർത്ഥനക്കും ഒരുപാട് പരിശ്രമത്തിനും ഒടുവിൽ, ഒരുപാട് മെഡിക്കേഷനും ഒരുപാട് ചികിത്സകൾക്കും ഒടുവിൽ ഒരാൾക്കൊരു കുട്ടിയെ കിട്ടി. ഒരു പ്രവർത്തകനാണ്, ഇസ്ലാഹി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകാപരമായിരുന്നു. അള്ളാനെ പേടിച്ച്, അള്ളാനെ ഭയന്ന്, അള്ളാഹ് പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും വിലക്കുകളും കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന ഒരു മനുഷ്യൻ. രാത്രിയുടെ അന്ത്യാമങ്ങൾ എഴുന്നേച്ച് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി പാപമോചനം തേടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് അള്ളാഹ് ഒരു കുട്ടിയെ കൊടുത്തത്. പക്ഷേ വലിയ പരീക്ഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് കുട്ടി വീഴുകയുണ്ടായി. തലയ്ക്ക് കാര്യമായ പരിക്കേറ്റു. ചോരയൊലിക്കുന്ന കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് ഓടി. അവിടെ ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹം ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് താടിക്ക് കൈകൊടുത്തുകൊണ്ട് വാർന്നൊലിക്കുന്ന കണ്ണുനീരുമായി അവിടെ ഇരുന്നപ്പോ അദ്ദേഹത്തിനെ കാണാൻ പോയ ചില സഹപ്രവർത്തകരിൽ ചില ആളുകൾ പറഞ്ഞു, പഴയ ജീവിതത്തിലേക്ക് ഇയാൾ തിരിച്ചു പോകുമെന്നറിയില്ല. കല്യാണത്തിന്റെ മുമ്പ് ഇയാൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കള്ളിലും കഞ്ചാവിലുമായി ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. അള്ളാനെ ഓർമ്മയില്ലാതെ ഏച്ചുകുത്തി വീണാ പോലും പടിഞ്ഞാറോട്ട് പോകില്ല എന്ന് പറഞ്ഞതുപോലെ പള്ളിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, നിസ്കരിക്കാത്ത, യാതൊരു നന്മയുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഇയാൾ. പിന്നീട് എപ്പോഴോ അദ്ദേഹം മാറിയതാണ്. ഈ ഒരു പരീക്ഷണം കാരണം അയാൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമെന്നറിയില്ല എന്ന വേവലാതി ചില ആളുകൾ പങ്കുവച്ചു. കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, അതാന്റെ പരീക്ഷണമാണ്, റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറക്കുന്നുണ്ട്. സംസാരിക്കാൻ ശരിക്കും കഴിയുന്നില്ല. ശബ്ദം നേരാവണ്ണം പുറത്തു വരുന്നുമില്ല. പക്ഷേ ആ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു തീർത്തൊരു വചനമുണ്ട്. എന്താണെന്നറിയോ? 15 വർഷമായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയതാണ് എന്റെ പ്രിയപ്പെട്ട മോളെ. പക്ഷേ ഈ മകളെ അല്ലാഹു തിരിച്ചെടുക്കുകയാണെങ്കിൽ റബ്ബിന്റെ യുക്തി അതിലുണ്ടാവും. റബ്ബിന്റെ യുക്തി അതിലുണ്ടാവും. എന്റെ നാഥന് വേണ്ടി ഞാനത് സഹിക്കാൻ തയ്യാറാണ്. കാരണം എന്റെ മോളെ എനിക്കൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ഈ ലോകത്ത് അവള് ജീവിച്ചാൽ 15, 16, 17, 18 വയസ്സ് വരെ എന്റെ മോൾ എന്റെ കൂടെ ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് എന്റെ മോൾ എന്റെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. പക്ഷെ ഇവിടെ വെച്ച് എന്റെ മോൾ മരിച്ചാൽ നാളെ സ്വർഗത്തിൽ എന്റെ കൈപിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടി എന്റെ കൂടെ ഉണ്ടാകുമെന്ന ആശ്വാസം എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച ആ മനുഷ്യനോട് മറുവാക്ക് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രവർത്തകന്മാർക്ക്.
ഇത്രയും വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു കുട്ടി നഷ്ടപ്പെടുമെന്ന വക്കത്തെത്തിയപ്പോ പോലും ഹൃദയം തകരാതെ വേദനിക്കാതെ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ അയാൾക്ക് സാധിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും തവക്കൽതു അലൈക യാ അല്ലാഹ്, ലോകത്തിന്റെ രക്ഷിതാവേ നിന്റെ മുന്നിൽ ഞാനിതാ സമർപ്പിക്കുകയാണ് എന്റെ വേദനകളെ, എന്നെ നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അനിതര സാധാരണമായ അനന്യമായ അനുപമമായ സമാധാനത്തിന്റെ വേരുകൾ ഉണ്ടാകണം. അത് ഏത് സമയത്തും മുളച്ചു പൊങ്ങാൻ അവന് കഴിയുകയും ചെയ്യണം. ഈ ഖുർആൻ പഠിപ്പിക്കുന്ന അതിജീവനത്തിന്റെ മാർഗം ഇതാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ മുൻകാലഘട്ടത്തിലുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് സഹോദരൻ.